പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മഹീന്ദ്രയുടെ എക്കാലത്തെയും മികച്ച ഒരു വാഹനമായ സ്കോർപിയോ എന്ന വാഹനത്തെ കുറിച്ചാണ്. സ്കോർപിയോയുടെ പുതിയ മോഡലായ സ്കോർപിയോ എൻ. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് വാഹനത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രൈസ് എത്ര വരും, നമ്മൾ ലോൺ ആയിട്ടാണ് വാങ്ങണമെങ്കിൽ എത്ര രൂപ നമ്മൾ EMI അടയ്ക്കേണ്ടി വരും, ഡൗൺ പേയ്മെന്റ് ആയിട്ട് നിങ്ങൾ എത്ര രൂപ അടയ്ക്കേണ്ടി വരും തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ്. സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. ഇത്തരം വീഡിയോസ് ഒക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, സ്കോർപിയോ എന്നിന്റെ ഏറ്റവും ബേസ് മോഡലായിട്ടുള്ള Z2 പെട്രോൾ എന്ന മോഡലിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. വാഹനത്തിന്റെ എഞ്ചിൻ 9097cc എഞ്ചിനാണ് വരുന്നത്. ട്രാൻസ്മിഷൻ 6 ഗിയറുകളാണ് വാഹനത്തിനുള്ളത്. ഫ്യൂവൽ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത് 57 ലിറ്റർ ആണ്. വാഹനത്തിന്റെ ഡയമെൻഷൻസ്, അതായത് വാഹനത്തിന്റെ വലുപ്പം, ലെങ്ത് 4662, വിഡ്ത്ത്, ഹൈറ്റ്, ഗ്രൗണ്ട് ക്ലിയറൻസ്, ഇതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെത് അറിഞ്ഞിരിക്കണം. അതായത് കമ്പയർ ചെയ്യുമ്പോഴേ ഉള്ളൂ ഇതിൻ്റെ ഒരു വലുപ്പം എത്രയാണെന്ന് മനസ്സിലാവുക. എന്തായാലും ഗ്രൗണ്ട് ക്ലിയറൻസ് 187 എന്നുള്ളത് ഭേദപ്പെട്ട ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. സീറ്റിംഗ് കപ്പാസിറ്റി 7 ആളുകൾക്ക് മനോഹരമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് എയർ ബാഗ്സ്, സെക്യൂരിറ്റിയിൽ വരുമ്പോൾ എയർ ബാഗ്സ് 2 എയർ ബാഗുകളുണ്ട്, ഡ്രൈവറിനും ഫ്രണ്ട് പാസഞ്ചറിനുമായിട്ട്. സോ ഇത്രയാണ് ഫീച്ചേഴ്സ് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് വിലയെക്കുറിച്ചാണ്. വില വരുന്നത് നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് നോക്കാം. ഷോറൂം പ്രൈസ് 13,85,200 രൂപയാണ്. സോ ബാക്കി ഘടകങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഓൺ റോഡ് പ്രൈസ് വരിക ഏകദേശം 16,99,300, അതായത് 17 ലക്ഷം രൂപയുടെ അടുത്താണ് വാഹനത്തിന്റെ വില വരുന്നത്. സോ ഈ വിലയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങളുടെ ഏരിയയ്ക്കൊക്കെ അനുസരിച്ച് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതേപോലെ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് എനിക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ ആ സമയത്തും വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നീട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഓതറൈസ്ഡ് ഡീലറായിട്ട് കോൺടാക്ട് ആയിട്ട് മാത്രം വില എത്രയാണെന്ന് മനസ്സിലാക്കുക. ഇവിടെയുള്ള വില ഒരു ഏകദേശ വിലയാണ്. ഈ ഒരു വില വെച്ചിട്ട് നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം എത്ര രൂപ നിങ്ങൾക്ക് ലോണായിട്ട് നിങ്ങൾ വാഹനം വാങ്ങുകയാണെങ്കിൽ EMI ഒക്കെ നിങ്ങൾക്ക് എത്രയായിട്ട് വരും എന്ന് നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം. സോ EMI നമ്മൾ എല്ലാ വീട്ടിലും പറയാറുണ്ട്. EMIനെ പരിഗണിക്കുന്ന 3 ഘടകങ്ങളുണ്ട്. ഇൻട്രസ്റ്റ്, പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത്, പീരീഡ് എത്രയാണ് എന്നുള്ളത്, ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ് എന്നുള്ളത്. ഇതൊക്കെ കണക്കൂട്ടിയിട്ടാണ് നമുക്ക് എത്രയാണ് EMI വരിക എന്ന് നമുക്ക് കണക്കൂട്ടാൻ പറ്റുക. സോ പലിശ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 9.5% ആണ്. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പെർസെൻറ്റേജ് ആണ് എടുത്തിരിക്കുന്നത്. ഓൺ റോഡ് പ്രൈസ്, അതായത് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് 17 ലക്ഷമാണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഡൗൺ പേയ്മെൻറ്റ് നില്ലായിട്ടുള്ള കേസ്, അതായത് ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വാഹനത്തിൻ്റെ വിലയും ലോണായിട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. എന്നിരുന്നാലും ഈ ഒരു കണക്കൂടെ നമ്മളിവിടെ പറയുന്നു എന്നേ ഉള്ളൂ. സോ അങ്ങനെ നിങ്ങൾക്ക് ലോൺ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം എത്ര നിങ്ങൾക്ക് EMI വരുമെന്ന്. പലിശ നമ്മൾ പറഞ്ഞു 9.5% ആണെന്ന്, വാഹനത്തിൻ്റെ വില നമ്മൾ പറഞ്ഞു 17 ലക്ഷം രൂപയാണെന്ന്, ഡൗൺ പേയ്മെൻറ്റ് നില്ലാണ്, 0 ആണ്. സോ ലോൺ എമൗണ്ട് മൊത്തം വാഹനത്തിൻ്റെ വിലയും ലോൺ എമൗണ്ട് ആയിട്ട് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ലോൺ എടുക്കുന്നത് 7 വർഷത്തേക്കാണെങ്കിൽ എത്ര രൂപ EMI വരും? 27,800 രൂപ ഈ ഒരു കേസിൽ EMI വരും. ഇനി അതല്ല നിങ്ങൾ 5 ഇയേഴ്സിലേക്കാണ് ലോൺ എടുക്കുന്നത്, അതായത് 5 വർഷം കൊണ്ട് ലോൺ അടച്ചു തീർക്കുന്ന പോലെയാണ് ലോൺ എടുക്കുന്നതെങ്കിൽ 35,700 രൂപയായിരിക്കും EMI. 3 വർഷത്തേക്കാണെങ്കിൽ 54,500 രൂപയായിരിക്കും. ഇനി പലിശ, നിങ്ങൾ ഈ ഒരു 7 വർഷത്തേക്ക് ലോൺ എടുത്ത് ഇങ്ങനെ EMI അടയ്ക്കുമ്പോൾ നിങ്ങൾ 7 വർഷം കൊണ്ട് അടയ്ക്കുന്ന മൊത്തം പലിശ ഏകദേശം 6,35,900 രൂപയായിരിക്കും. 5 വർഷത്തേക്കാണെങ്കിൽ 4,42,700 രൂപയും 3 വർഷത്തേക്കാണെങ്കിൽ 2,62,700 രൂപയായിരിക്കും. ഇനി നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് 15% ഉള്ളൊരു കേസ് നമുക്ക് കണക്കൂട്ടി നോക്കാം. അതിനു മുന്നേ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഡൗൺ പേയ്മെൻറ്റ് 15% എന്ന് പറയുമ്പോൾ 2,55,000 രൂപയായിരിക്കും ഡൗൺ പേയ്മെൻറ്റ് വരിക. സോ ലോൺ എമൗണ്ട് ഇവിടെ കുറയുന്നു. നേരത്തെ നമ്മൾ ഫുൾ എമൗണ്ട് വണ്ടിയുടെ വില മൊത്തം ലോൺ എമൗണ്ട് ആയിരുന്നു. ഇവിടെ നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നതുകൊണ്ട് ബാക്കി എമൗണ്ട് ലോൺ എമൗണ്ട് ആയിട്ട് വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ EMIയിൽ കുറവ് വരും. EMI 23,700 രൂപയായിട്ട് കുറയുന്നു. 5 വർഷം ആകുമ്പോൾ 30,400 ആവുന്നു. 3 വർഷം ആകുമ്പോൾ 46,300 ആവുന്നു. പലിശയിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ ഡൗൺ പേയ്മെൻറ്റ്, അതിന് ലോണിൻ്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അടയ്ക്കുന്ന മൊത്തം പലിശയിലും വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ നമ്മൾ ഇത് പറഞ്ഞത് 15%, അതായത് 2,57,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് അടയ്ക്കുന്ന കേസാണ് പറഞ്ഞത്. ഇനി നിങ്ങളൊരു 4 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ്, അല്ല ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ തയ്യാറാണെങ്കിലോ, ഒരു 5 lakhs നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അതായത് ലോൺ എമൗണ്ട് കുറയുന്നു 11,99,300 രൂപ, ഏകദേശം 12 ലക്ഷം രൂപയാവുന്നു. സോ EMI വീണ്ടും കുറയും കേട്ടോ. ഈ കേസിൽ EMI 19,700 രൂപ വരുള്ളൂ 7 വർഷത്തേക്ക്. 5 വർഷമാണെങ്കിൽ 25,200, 3 വർഷമാണെങ്കിൽ 38,500. അതേപോലെ നിങ്ങൾ അടയ്ക്കുന്ന മൊത്തം പലിശയിലും വ്യത്യാസങ്ങൾ വരുന്നതാണ്. ഓക്കെ, സോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോസ് കാണാനായിട്ട് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്കും ചെയ്യുക. ഓക്കെ, താങ്ക് യു.